പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് UDF ഇക്കുറി ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ ഭരണം നഷ്ടമായ ഇടങ്ങളിൽ ചാണ്ടിയുമ്മൻ MLAയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി. അതേസമയം പതിറ്റാണ്ടുകളായി വികസനമില്ലാതിരുന്ന പല പഞ്ചായത്തുകളിലും LDF വന്നതോടെയാണ് മാറ്റമുണ്ടായതെന്ന് LDF നേതൃത്വം വ്യക്തമാക്കുന്നു. കോട്ടയത്ത് UDFന്റെ കുത്തകയായിരുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തവണ നേരിട്ടത് ദയനീയ തോൽവി. പുതുപ്പള്ളി, മണർകാട്, വാകത്താനം, പാമ്പാടി, അകലക്കുന്നം, കൂരോപ്പട പഞ്ചായത്തുകളിൽ LDF ഭരണം പിടിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു പലയിടത്തും UDF വീഴ്ച. മീനടത്തും സ്വതന്ത്രയുടെ പിന്തുണയോടെ അയർക്കുന്നത്തും മാത്രമാണ് UDF ഭരണത്തിലെത്തിയത്. BDJS പിന്തുണയിൽ അവസാന വർഷം കൂരോപ്പടയിൽ ഭരണം തിരിച്ചുപിടിച്ചു. വർഷങ്ങളായി ഭരണത്തിലിരുന്ന പള്ളം ബ്ലോക്ക്, പാമ്പാടി ബ്ലോക്ക് എന്നിവ നഷ്ടമായി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മാത്രമായിരുന്നു ഏക ആശ്വാസം. ഈ സാഹചര്യത്തിലാണ് UDF തിരിച്ചുവരവിന് ശ്രമം ശക്തമാക്കിയത്. പുതുപ്പള്ളി പഞ്ചായത്തിൽ 19 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കും. ഈ തർക്കമില്ലാതെ പുതുപ്പള്ളി സ്ഥാനാർത്ഥി നിർണ്ണയം വന്നത് തന്നെ ഇവിടെ പഞ്ചായത്ത് തിരികെ വരാൻ ഉള്ള ഒരു ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റായിട്ട് ഇവിടെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം കണിശമായിട്ടും പഞ്ചായത്ത് ഇവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും. ഉമ്മൻചാണ്ടി സാറിന്റെ പ്രയത്ന ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ഫണ്ട് കൊണ്ടാണ് കമ്മ്യൂണിറ്റി ഹാൾ വന്നത്. കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേരിട്ട്. മിനി സിവിൽ സ്റ്റേഷൻ ആണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ 1.25 കോടി രൂപയുടെ ഫണ്ട് കൊണ്ട് പണിത്. അതിന്റെ ബാക്കി ഒരു പണിയും ഈ 5 വർഷമായിട്ട് ഇവർ ഇത് ചെയ്തിട്ടില്ല. എന്നാൽ MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് മാധ്യമ ശ്രദ്ധ നേടാനുള്ള നാടകങ്ങളാണെന്ന് LDF വിമർശിക്കുന്നു. LDF ഭരണത്തിലെത്തിയ ശേഷമാണ് പലയിടത്തും കുടിവെള്ളം പോലും എത്തിയതെന്നും LDF അവകാശപ്പെടുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു കുടിവെള്ളം. പുതുപ്പള്ളി പഞ്ചായത്തിലും വാകത്താനത്തും പാമ്പാടിയിലും അടക്കം ബൃഹത്തായ 3 കുടിവെള്ള പദ്ധതികൾ. ആ കുടിവെള്ള പദ്ധതി പൂർത്തിയായി. അതൊരു 20% വർക്കൂടെ ബാക്കിയുള്ളൂ. MLAയുടെ പ്രകടനമാണ് അവിടെ ഏറ്റവും ആ മണ്ഡലത്തിൽ UDFനെതിരെ ഒരു വികാരമുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം. അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ നാടകങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസന രംഗത്ത് അദ്ദേഹം ഇല്ല. മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന UDFും ഭരണം നിലനിർത്താനുള്ള LDF നീക്കങ്ങളും പോരാട്ടം കടുപ്പിക്കുകയാണ് പുതുപ്പള്ളിയിൽ. മീഡിയ 1 കോട്ടയം.